റെസ്റ്റോറൻറ്റ് നേര് ലോഡഡ് ഫ്രൈസ് കഴിച്ചപ്പോൾ മുതലുള്ള ആഗ്രഹമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി കുറേ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ചിക്കന് എല്ലൊന്നുമില്ലാത്ത ചിക്കന് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മുട്ട, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു നനവോട് കൂടിയല്ലേ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട്. ഇനി നമ്മളിതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പിലേറെ നമ്മൾ കോൺഫ്ലവറും അതുപോലെ തന്നെ മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ബൗൾ ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് കേട്ടോ ഞാൻ മുളക് പൊടി ഇടാൻ മറന്നത്. മുളക് പൊടി ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു കളറായിരിക്കും, ഇല്ലാതെ കുരുമുളകായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്തിരി മുളക് പൊടിയും കുറച്ച് മൈദയും കൂടെ ഒക്കെ ഇട്ടിട്ട് അതിനതാ ഇങ്ങനെ ഒന്നിട്ട് വേറെ നിൽക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് ഫ്രോസൺ ആയിട്ടുള്ള വാങ്ങിച്ചതാണ്. അപ്പോൾ അതാകുമ്പോൾ നേരെ ഫ്രൈ ചെയ്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ അത് നമ്മൾ പരീക്ഷണം നടത്തി അതങ്ങ് കൊളായി, ആ സംഭവം ഫുള്ള് ഫ്ലോപ്പാവും. അപ്പോൾ അതൊന്നും അതിന് നിന്നില്ല. ആദ്യം തന്നെ ഫ്രോസൺ വാങ്ങിച്ച് നമ്മളിതാ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇങ്ങനെ കുഴഞ്ഞൊന്നും പോകാത്ത രീതിയിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ അറിയുന്നവർ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എത്ര ഉണ്ടാക്കി കഴിഞ്ഞാലും കുറേ കഴിയുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞു പോകാറുണ്ട്. അപ്പം അത് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചിക്കൻ ഇതൊന്നിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കോൺഫ്ലവർ മൈദയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നമ്മൾ ഈ കടലൊക്കെ വറുക്കുന്ന പോലെ നല്ലൊരു സൗണ്ടിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ മെൽറ്റ് ആവുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറേശ്ശായിട്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു നല്ലൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പാല് ചേർത്ത് ആ ഒരു കട്ട ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ആ ഒരു മൈദയൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നല്ലൊരു സോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം പാലെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ സോസ് ഒന്ന് സ്പൈസി ആക്കി എടുക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പ് പിന്നെ ചില്ലി ഫ്ലേക്സ് കുറിക്കാൻ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു സ്പൈസി ആയിട്ടുള്ളത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ആ ഒരു മൈദയുടെ ആ ഒരു വൈറ്റ് സോസിൽ നന്നായിട്ടൊന്ന് സോട്ടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്കൊരു ചീസിൻ്റെ സ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചീസിൻ്റെ സ്ലൈസ് ചേർത്തത്. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത് അത് നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് ആ ഒരു സോസിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചീസി ഫ്ലേവറും ഉണ്ടാവും. കുറച്ചൊന്നും ഇങ്ങനെ ഒരു മൊസറല്ലയുടെ പോലെ കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ ചീസൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോഡഡ് ഫ്രൈസ് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ട്രേയിലേക്ക് ആദ്യം ഒരു ലെയറായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സോസ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം ഒരു ലൂസായിട്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് അത് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ആക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കന് പിന്നെ കുറച്ച് ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ആ ഒരു ചിക്കന് ക്യാപ്സിക്കം ആ ഒരു സോസും ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. സോസ് നമ്മൾ ആദ്യമാക്കിയപ്പോൾ തന്നെ കുറച്ചൊരു തിക്കായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും മല്ലിയില ഒറിഗാനോ ഇങ്ങനെയൊക്കെ നമ്മൾ ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങളും ഈ ഒരു കട്ട് ചെയ്തും ആ ഒരു സോസ് എല്ലാം കൂടെ ചേർത്ത് സെറ്റ് ചെയ്യുന്നതാണ് ഈ ലോഡഡ് ഫ്രൈസ് എന്ന് പറയുന്നത് തന്നെ. അപ്പം നമ്മൾ കയ്യിലുള്ള എല്ലാ സോസും എല്ലാം ലാസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതെല്ലാം സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ആ ഒരു സ്പൈസി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണേ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ്റെ പുറമെ നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് അതൊക്കെ തണുക്കും. പിന്നെ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസൊക്കെ തണുക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. അപ്പം കഴിച്ച് നോക്കിയപ്പോൾ കാണാനുള്ള ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ സോസ് കുറച്ചൊരു തിക്കായി പോയെന്ന് മാത്രമേ തോന്നിയിട്ടോ. അത് ഇത്തിരി കൂടെ ലൂസാകുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായേനെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.